ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടിരിക്കുന്നില്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ കുറേ വ്യത്യസ്തമായ വിഭവങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ? ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഗീ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയുള്ളി, 2-3 കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തൈര്, 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് ഗോതമ്പ് പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നന്നായിട്ടങ്ങ് മിക്സിയിലിട്ടങ്ങ് കറക്കും. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ ആദ്യം ചേർത്തു. പിന്നീട് എനിക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കേണ്ടി വന്നു. കാരണം നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കട്ടയൊന്നുമില്ലാതെ നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാനതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എളുപ്പത്തിലൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. തേങ്ങയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സവാള എടുത്തു, മിക്സിയിലിട്ട് നന്നായിട്ടങ്ങ് കറക്കിയെടുത്തു. നമ്മുടെ ചെറിയ ജാറിലാണ് അരച്ചെടുത്തത്. എന്നിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ടതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതൊന്ന് വെളിച്ചെണ്ണയിൽ അങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്തേക്കുന്ന സവാള ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുകയാണ്. എണ്ണ തെളിയുന്നിടം വരെ അങ്ങ് വഴറ്റിയെടുക്കുകയാണ്. അത്രേ ഉള്ളൂ, എളുപ്പമല്ലേ? ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അതായത് നമ്മുടെ ഗോതമ്പ് ആയിക്കോട്ടെ, അല്ലാത്ത ദോശ ആയിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് നമ്മുടെ ഈ ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. തേങ്ങയൊന്നുമില്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയല്ലേ. അതേപോലെ നമ്മുടെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഗീ റോസ്റ്റ് ആണെങ്കിലും ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ദോശമാവൊന്നും ഇരിപ്പില്ല, പെട്ടെന്നൊരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഗീ റോസ്റ്റ്. അപ്പോൾ നമുക്കിനി ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ സെറ്റായി വന്നു. ഇനി നമുക്ക് ദോശ ചൂടാൻ തുടങ്ങാം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നമ്മുടെ ദോശക്കല്ല് നന്നായിട്ടങ്ങ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മാവ് ഒഴിക്കാം. അപ്പോൾ അത് ആ മാവിലേക്കൊന്ന് നോക്കിക്കേ, നിറച്ചിങ്ങനെ കുത്തു കണക്കെ തുള വന്നിരിക്കുന്നതുണ്ടാവും. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ചൂടുമ്പോൾ ഇത്രയൊന്നും വരാറില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചറൊക്കെ മനസ്സിലായല്ലോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഗീ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നെയ്യ് തൂത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, എങ്കിലല്ലേ ഗീ റോസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. എനിക്ക് നമ്മുടെ ഇപ്പോൾ അരി ഉഴുന്ന് അരച്ചിട്ടുള്ള ദോശയാണെങ്കിലും 2 വശം നന്നായിട്ട് മൊരിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ ക്രിസ്പിനെസ് പോകും കേട്ടോ. നമ്മുടെ സാധാരണ ദോശയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ആ ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ടൻ കാപ്പിയിൽ 2-3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പഞ്ചസാര ചേർക്കുന്നില്ല, ഞങ്ങൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് കുറച്ച് നാളുകളായല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ കട്ടൻ കാപ്പിയും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ശരിക്കും നമുക്ക് ഒരു 20 മിനിറ്റ് സമയം മതി. ആ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇനി നല്ല അടിപൊളി ഗീ റോസ്റ്റും നമ്മുടെ ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഗീ റോസ്റ്റ് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. സാധാരണ ഗോതമ്പ് ദോശ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ഗോതമ്പ് ഗീ റോസ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പിടി പിടിക്കട്ടെ. നല്ല മൊരിഞ്ഞ ഗോതമ്പ് ദോശ ആ ഉള്ളിച്ചമ്മന്തിയിൽ മുക്കിയിട്ടങ്ങ് കഴിച്ചാലുണ്ടല്ലോ, പിന്നെ വേറെ എന്ത് വേണം. അതിൻ്റെ കൂടെ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള കട്ടൻ കാപ്പി, നല്ലൊരു കോംബോയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അതേപോലെ തന്നെ ഇന്നത്തെ ലഞ്ചും കുറച്ച് സ്പെഷ്യലായിട്ടുള്ളതാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് മെയിനായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് പപ്പടമാണ്.
പപ്പടം കൊണ്ടുള്ള 3 വിഭവങ്ങളാണ് ഇന്നത്തെ ലഞ്ചിലുള്ളത്. അതായത് ഇന്നത്തെ ഊണിന് നമ്മൾ ഒരു പച്ചക്കറി പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ ഏകദേശം 5-6 പപ്പടം എടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ പപ്പടം അല്ല, മദ്രാസ് പപ്പടം എന്നാട്ടോ ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ പോലെ ഇങ്ങനെ തളർന്ന് കിടക്കുന്നില്ല, കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കത്രിക കൊണ്ട് മുറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോവാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിലും എളുപ്പം നമ്മളിങ്ങനെ കൈകൊണ്ട് ഒടിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ വിഭവങ്ങൾക്കും ഈ ഒരു പപ്പടം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 6ഓളം പപ്പടം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചെറുതായിട്ട്, നമ്മുടെ ഈ പപ്പടമൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഒടിക്കുക. നമ്മുടെ നാട്ടിലെ പപ്പടം കുറച്ചുകൂടെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന നിറച്ച് കുമളകൾ വരുന്ന പപ്പടമല്ലേ. അപ്പോൾ അതാവുമ്പോൾ ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് അതങ്ങ് നുറുക്കിയെടുക്കുക. അപ്പോൾ പപ്പടം കൊണ്ടുള്ള വിഭവം ആയതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ BP പേഷ്യൻസിന് ഞാനിതൊട്ടും സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇതിൽ എല്ലാ വിഭവങ്ങളും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടാക്കുന്നത്, അതങ്ങനെ എന്നും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതല്ല. ഇതിലേതെങ്കിലുമൊക്കെ ഒരു വിഭവം വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. കാരണം പപ്പടം BP ഉള്ളവർക്ക് അത്ര നല്ലതല്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പപ്പടം വറുത്തരച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ പപ്പടം വെറുതെ അങ്ങ് വറുത്തരച്ച് വെക്കുകയല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ വറുത്തര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയും അതേപോലെ തന്നെ 4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിന് ശേഷം ഞാൻ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്രമാത്രം വറുത്തര ചേർക്കാൻ ഇഷ്ടമാണോ അതിനനുസരിച്ചൊക്കെ ഏറ്റക്കുറച്ചിൽ വരുത്താട്ടോ. എനിക്ക് വറുത്തര നന്നായിട്ട് ചേർക്കുന്ന കറികളാണ് കൂടുതലിഷ്ടം. അപ്പോൾ നമ്മുടെ തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടേ അതിൻ്റെ ഒരു പകുതിയോളം അതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാനങ്ങ് പപ്പടം കൂടി അങ്ങ് വറുത്തേക്കുവാണ് കേട്ടോ. നമ്മൾ ആ നുറുക്കി വെച്ചിരിക്കുന്ന എല്ലാ പപ്പടവും നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. വറുത്തതിന് ശേഷം മാത്രമാണ് നമുക്കത് വേറെ കറികളാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ ഒരു സെറ്റ് ഞാനങ്ങ് വറുത്തെടുത്തു. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിരുന്ന ഫ്രോസൺ തേങ്ങയാണ് കേട്ടോ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ അവരാണെങ്കിൽ ചിരകിയേക്കുന്നത് പലതും പല വലുപ്പത്തിലായതുകൊണ്ട് എനിക്ക് എല്ലാം ഒരേപോലെ ചുവന്ന് കിട്ടില്ല. നേരത്തെ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് എല്ലാം ഒരേ കളറിൽ ചുവപ്പിൽ കിട്ടിയത്, ഞാനതത്ര ഓർത്തില്ല. അപ്പോൾ അതാ ഏകദേശം എല്ലാം ഒരു ചുവപ്പ് കളർ വന്നപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ബാക്കിയിരുന്ന പപ്പടം കൂടി അങ്ങ് വറുത്തെടുക്കുവാണ് കേട്ടോ. തീയൽ അതേപോലെ തന്നെ വറുത്തര ചേർത്തിട്ടുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഈ വറുത്തരച്ച പപ്പടം കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പടമൊക്കെ ഏകദേശം മൊത്തം വറുത്ത് തീരാറായി. ഞാനപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടം എല്ലാം തന്നെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക. അപ്പോൾ ഞാൻ പപ്പടം വറുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പപ്പടം വറുക്കാൻ വേണ്ടി ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ സമയത്ത് നമ്മുടെ അരി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കറികൾക്ക് നമ്മുടെ വെള്ളച്ചോറാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുക്, കറിവേപ്പില, പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളധികം മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ വറുത്തരയിൽ മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അപ്പോൾ സവാളയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ സവാള നന്നായിട്ട് വഴണ്ട് വന്ന് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് പപ്പടത്തിൻ്റെ തോരനും കൂടി ഉണ്ടാക്കാം. അപ്പോൾ പപ്പടം കൊണ്ട് വറുത്തര കറിയായി, അതേപോലെ തന്നെ പപ്പട തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തു. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അപ്പോൾ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണേ. ഇങ്ങനെ വേണമെങ്കിൽ അരിയാം കേട്ടോ. പക്ഷേ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരിയുന്നതായിരിക്കും ആ തോരൻ കാണാനൊരു ഭംഗി. തോരന് വേണ്ടിയിട്ടുള്ള സവാള വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ വറുത്തര കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള വഴണ്ട് വന്നു. ഞാനതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കാശ്മീരി ചില്ലി ഞാൻ ആകെ ഇതേപോലെ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണം. നമ്മുടെ കാശ്മീരി ചില്ലി ആകുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള സവാളയും വഴണ്ട് വന്നു. തോരന് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരുപാട് അങ്ങ് സവാള വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട.
അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ചതച്ച മുളകുമാണ് ചേർക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, പകരം ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഒന്നുകൂടി ഒന്ന് പൊടിച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നതെങ്കിൽ പിന്നെ അത് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പപ്പടം കുറച്ച് വലുപ്പത്തിൽ മുറിച്ചെടുത്ത് വറുത്തത് കൊണ്ട് അതൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊടിച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം തോരൻ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിലത് ഞാൻ പൊടിച്ചിട്ട് പൊടിയില്ല, അപ്പോൾ ഞാൻ പ്രത്യേകം പൊടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ പപ്പടമായിട്ട് പൊടിഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നീട്ടി ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ തോരനാകുമ്പോൾ കുറച്ചുകൂടെയും പപ്പടം പൊടിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാ ഈ സമയത്ത് നമ്മുടെ വറുത്തര കറിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തു. വെള്ളം ചൂടുവെള്ളമാണ് ചേർത്തത്. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മുടെ കറിക്ക് കുറച്ച് ചാറ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ചേർത്ത വെള്ളം ഒക്കെ ഒന്ന് തിളച്ച് വറ്റി തുടങ്ങി. അപ്പോൾ ഞാൻ അതിലേക്ക് വറുത്തര ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന തേങ്ങ അത്രയ്ക്ക് മൂത്ത തേങ്ങ അല്ലാത്തത് കൊണ്ട് ഞാൻ അരച്ചിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ എനിക്ക് അരഞ്ഞ് കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഞാൻ വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ചത്. എന്നിട്ട് നമ്മുടെ വറുത്തര ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് ഒരു കറി പോലെയല്ല, അപ്പോൾ കുറച്ചുകൂടെ ചാറുണ്ടെങ്കിലല്ലേ നമുക്കതാവത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ചേർക്കണേ, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിള വന്ന് എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വറുത്തരയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നു, എണ്ണ തെളിഞ്ഞു. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വറുത്ത് വെച്ച പപ്പടം ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ വറുത്ത പപ്പടമാണെങ്കിലും ഈ കറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങനെ തണുത്ത് പോകും കേട്ടോ. എന്ന് കരുതി കുഴഞ്ഞു പോകത്തൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ വറുത്തിട്ട് ചേർക്കുന്നത്. പക്ഷേ അതൊരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് നമ്മുടെ വറുത്തരച്ച പപ്പടം കറിക്ക്. അപ്പോൾ പച്ചക്കറിയൊന്നും ഇല്ലാതെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന 2 കറികൾ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പപ്പടം തോരനും അതേപോലെ തന്നെ വറുത്തരച്ച പപ്പടം കറിയും. ഇനി നമ്മളുണ്ടാക്കുന്ന പപ്പടം ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം, പിന്നെ അതിലേക്ക് നമുക്ക് 2 ചെറിയുള്ളി, പിന്നെ നമ്മുടെ തേങ്ങ അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടത്തിനേക്കാളും തേങ്ങയുടെ അളവ് കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലതെങ്കിലല്ലേ പപ്പടത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടത്തുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചതച്ച മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അത് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചതച്ച മുളക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 ചെറിയുള്ളി. ഇത്രയാണ് നമ്മുടെ പപ്പടം ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പപ്പടത്തിൻ്റെ അകത്ത് തന്നെ കുറച്ച് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അങ്ങ് അത് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള 3 കറികളായില്ലേ. ഇപ്പോൾ കണ്ടോ, ഇന്നത്തെ നമ്മുടെ ഊണിന് പച്ചക്കറികളൊന്നും തന്നെയില്ല, പക്ഷേ 3 വ്യത്യസ്തമായിട്ടുള്ള കറികൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ BP ഉള്ളവർ ഇത് 3 കൂടെ ഉണ്ടാക്കി ദിവസം കഴിക്കല്ലേ. അപ്പോൾ ഞാൻ ഉണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല വെള്ളച്ചോറും അതിലേക്ക് നമ്മുടെ വറുത്തരച്ച പപ്പടം കറിയും, പിന്നെ നമ്മുടെ പപ്പടം തോരനും അതേപോലെ പപ്പടം ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ല കുശാലായിട്ടുള്ള 3 കൂട്ടം കറിയാണ്. എന്നാൽ പച്ചക്കറി ഒട്ടും ഉപയോഗിച്ചിട്ടില്ല അതാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഊണാണ് ഇന്നത്തെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലഞ്ച് കോംബോ അല്ലെങ്കിൽ ഈ കറികളെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ കറികളെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭവം പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ലഞ്ച് മെനു ആണ് ഇന്നത്തെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ട് അറിയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും അതേപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.